വാസിഷ്ഠസുധ യോഗവാസിഷ്ഠസാരം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് കേൾക്കാം. നിർവാണ പ്രകരണം 12-ാം സർഗം. ഭൃംഗീശോപാഖ്യാനം. വസിഷ്ഠൻ പറഞ്ഞു, പേജ് 395. വസിഷ്ഠൻ പറഞ്ഞു, തസ്യാദൃശ്യാത്മതത്വസ്യ വിസ്മൃത്യൈവ സ്ഥിതിം ഗതം നാന്യസ്മാദാഗതം രാമ ജഗദ്രജ്ജുഭുജംഗവത്. തസ്യാദൃശ്യാത്മതത്വസ്യ വിസ്മൃത്യൈവ സ്ഥിതിം ഗതം നാന്യസ്മാദാഗതം രാമ ജഗദ്രജ്ജുഭുജംഗവത്. തസ്യ അദൃശ്യ ആത്മതത്വസ്യ, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്ത ആത്മതത്വത്തിൻ്റെ വിസ്മൃത്യ ഏവ, മറവി ഒന്നുകൊണ്ടു മാത്രമാണ്, രജ്ജുഭുജംഗവത്, കയറിലെ സർപ്പത്തെപ്പോലെ, ജഗത്ത് സ്ഥിതം ഗതം, ഈ ജഗത്ത് ഉണ്ടെന്ന് തോന്നാനിടയായത്, അന്യസ്മാത് ന ആഗതം, മറ്റൊരു കാരണത്താലുമല്ല. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്ത ആത്മതത്വത്തിൻ്റെ മറവി ഒന്നുകൊണ്ട് മാത്രമാണ് കയറിലെ സർപ്പത്തെപ്പോലെ ഈ ജഗത്ത് ഉണ്ടെന്ന് തോന്നാനിടയായത്. അന്യസ്മാത് ന ആഗതം, മറ്റൊരു കാരണത്താലുമല്ല. വിസ്മൃത്യൈവ സ്ഥിതം ഗതം, സ്ഥിതിം ഗതം. ബോധസത്യം സ്വയം അനുഭവസ്വരൂപമാണ്. അതുകൊണ്ട് അതിനെ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുകയില്ല. അതാണ് അതിൻ്റെ അദൃശ്യത്വം. ബോധം എങ്ങനെയോ തൻ്റെ അനുഭവരൂപം മറയ്ക്കാനിടയായി. അങ്ങനെയാണ് തന്നിൽ ജഡജഗത്തുണ്ടെന്ന് തോന്നാനിടയായത്. ഒരു വസ്തു അനുഭവത്തിൽ പെടുകയും അതിൻ്റെ യഥാർത്ഥ സ്വരൂപം അറിയപ്പെടാതിരിക്കുകയും ചെയ്താൽ പിന്നെ അത് പല രൂപങ്ങളിൽ തോന്നാനിടവരും. ഒരു വസ്തു അനുഭവത്തിൽ പെടുകയും അതിൻ്റെ യഥാർത്ഥ സ്വരൂപം അറിയപ്പെടാതിരിക്കുകയും ചെയ്താൽ പിന്നെ അത് പല രൂപങ്ങളിൽ തോന്നാനിടവരും. ഇതാണ് വസ്തുവിലെ ഭ്രമാനുഭവം. മങ്ങിയ വെളിച്ചത്തിൽ കയർ അനുഭവത്തിൽ പെടുന്നു. എന്നാൽ കയറാണെന്നറിയാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ അത് പാമ്പായോ വടിയായോ ജലധാരയായോ ഒക്കെ തോന്നാനിടവരാം. അതുപോലെ ആത്മാവിന് താൻ ബോധമാണെന്ന സ്വരൂപ അനുഭവം മറഞ്ഞു പോയതോടെ ഞാൻ ജഡമാണെന്ന തോന്നലുളവായി. ഇങ്ങനെയാണ് ജഡമയമായ ജഗത്ത് നിലവിൽ വന്നത്. ബോധത്തോട് ചേർന്നല്ലാതെ ജഡജഗത്തിന് ഉള്ളതായി പ്രകാശിക്കാൻ കഴിവില്ലെന്നുള്ളതു തന്നെ ഇതിന് തെളിവാണ്. ഈ മറവി മാറ്റാൻ ഒരേ ഒരു പോംവഴി ജഡത്തിൽ നിന്നും ബോധം സ്വസ്വരൂപം വിചാരം ചെയ്തുറപ്പിക്കുക മാത്രമാണ്. വസിഷ്ഠൻ തുടർന്നു, രാമ, ആദിത്യനെ അറിയാതെ വന്നാൽ ആദിത്യരശ്മികളെ പ്രത്യേകം പ്രത്യേകം ആദിത്യ ഭിന്നങ്ങളായി കാണേണ്ടി വരും. സ്വർണത്തെ അറിയാതെ വന്നാൽ സ്വർണാഭരണങ്ങളെ പ്രത്യേകം പ്രത്യേകം സ്വർണ ഭിന്നങ്ങളായി കാണേണ്ടി വരും. 321 ശ്ലോകം. ആദിത്യാവൃതിരേകേണ ആദിത്യാവ്യതിരേകേണ രശ്മയോ യേന ഭാവിതാഃ ആദിത്യാ ഏവ തേ തസ്യ നിർവികൽപഃ സ ഉച്യത്തെ. യേന, ഏതൊരുവനാൽ, ആദിത്യാവ്യതിരേകേണ, ആദിത്യനിൽ നിന്നും വേർതിരിക്കാതെ, രശ്മയഃ ഭാവിത, രശ്മികൾ ഭാവന ചെയ്യപ്പെടുന്നുവോ, തസ്യ, അവന്, തേ ആദിത്യാഹ ഏവ, ആ രശ്മികൾ ഓരോന്നും ആദിത്യൻ തന്നെയാണ്. സഹ നിർവികൽപഃ ഉച്യത്തെ, ആ അനുഭവം തന്നെയാണ് നിർവികൽപ അനുഭവം. ഏതൊരുവനാൽ ആദിത്യനിൽ നിന്നും വേർതിരിക്കപ്പെടാതെ രശ്മികൾ ഭാവന ചെയ്യപ്പെടുന്നുവോ, അവന് ആ രശ്മികൾ ഓരോന്നും ആദിത്യൻ തന്നെയാണ്. ആ അനുഭവം തന്നെയാണ് നിർവികൽപ അനുഭവം.
ഏതൊരുവനാൽ ആദിത്യനിൽ നിന്നും വേർതിരിക്കപ്പെടാതെ രശ്മികൾ ഭാവന ചെയ്യപ്പെടുന്നുവോ അവന് ആ രശ്മികൾ ഓരോന്നും ആദിത്യൻ തന്നെയാണ്. ആ അനുഭവം തന്നെയാണ് നിർവികൽപ്പ അനുഭവം. നിർവികൽപ്പ സ ഉച്യത്തെ. ആന്തര നിർവികൽപ്പ സമാധി, ബാഹ്യ നിർവികൽപ്പ സമാധി എന്ന് നിർവികൽപ്പ സമാധി രണ്ടു വിധമുണ്ട്. മനസ്സിനെ ഉള്ളിൽ പൂർണ്ണമായി നിരോധിച്ച് ദേഹത്തെ നിശ്ചലമാക്കി ശുദ്ധബോധസ്വരൂപമായി തീരുന്നതാണ് ആന്തര നിർവികൽപ്പ സമാധി. വ്യവഹാരവേളയിൽ തന്നെ സർവം ബ്രഹ്മമയം എന്ന് സംശയരഹിതമായി ഉറപ്പുവന്ന ബ്രഹ്മൈക ബുദ്ധി സഹജമായി അനുഭവിക്കാൻ കഴിയുന്നതാണ് ബാഹ്യ നിർവികൽപ്പ സമാധി. ഒരിക്കൽ കൂടി വായിക്കാം. മനസ്സിനെ ഉള്ളിൽ പൂർണ്ണമായി നിരോധിച്ച് ദേഹത്തെ നിശ്ചലമാക്കി ശുദ്ധബോധ സ്വരൂപമായി തീരുന്നതാണ് ആന്തര നിർവികൽപ്പ സമാധി. വ്യവഹാരവേളയിൽ തന്നെ സർവം ബ്രഹ്മമയം എന്ന് സംശയരഹിതമായി ഉറപ്പുവന്ന് ബ്രഹ്മൈക ബുദ്ധി സഹജമായി അനുഭവിക്കാൻ കഴിയുന്നതാണ് ബാഹ്യ നിർവികൽപ്പ സമാധി. കിരണങ്ങളെ സൂര്യനിൽ നിന്നും ഭിന്നമല്ലാതെ കാണുന്ന ഒരാൾക്ക് സൂര്യപ്രകാശം എവിടെ കണ്ടാലും സൂര്യൈക മഹാബുദ്ധി സഹജമായി അനുഭവിക്കാൻ കഴിയും. ഇതുപോലെ സർവം ബ്രഹ്മമയം എന്ന് ഉറപ്പുവന്ന ജ്ഞാനിക്ക് ഇവിടെ എന്തു തന്നെ എപ്പോൾ കണ്ടാലും ബ്രഹ്മൈക മഹാബുദ്ധി സഹജമായി അനുഭവിക്കാൻ കഴിയുന്നു. ഈ ബുദ്ധി തന്നെ ഗീത 2-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്ന നിശ്ചയം വന്ന ബുദ്ധി അഥവാ വ്യവസായാത്മികാ ബുദ്ധി, ബ്രഹ്മനിഷ്ഠയുടെ പരമകാഷ്ഠ ഈ ബാഹ്യ നിർവികൽപ്പ സമാധി അനുഭവമാണെന്നത്രേ ശാസ്ത്ര സിദ്ധാന്തം. ഇതിൻ്റെ മറ്റൊരു പേരാണ് സർവത്ര സമദർശനം. ഗീത 6-ാം അധ്യായത്തിൽ ഭഗവാൻ സവികൽപ്പ സമാധിയും ആന്തര നിർവികൽപ്പ സമാധിയും വിവരിച്ച ശേഷം സർവത്ര സമദർശനമെന്ന ഈ ബാഹ്യ നിർവികൽപ്പ അനുഭവത്തെ ഏതാനും ശ്ലോകങ്ങളിൽ വാഴ്ത്തി വിവരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. വസിഷ്ഠൻ തുടർന്നു. കനകാവ്യതിരേകേണ കേയൂരം യേന ഭാവിതം കനകൈക മഹാബുദ്ധിർ നിർവികൽപ്പ സ ഉച്യത്തെ. ആരാണോ കനകത്തിൽ നിന്നും വേർതിരിക്കപ്പെടാതെ ആഭരണം ഭാവന ചെയ്യപ്പെടുന്നുവോ അയാൾ കനകൈക മഹാബുദ്ധിയായി ഭവിക്കുന്നു. അതുതന്നെയാണ് നിർവികൽപ്പ അനുഭവം. അതുപോലെ ബോധത്തിൽ നിന്നും വേർതിരിക്കപ്പെടാതെ പ്രപഞ്ച ദൃശ്യങ്ങൾ ആരാൽ ഭാവന ചെയ്യപ്പെടുന്നുവോ അയാൾ ബ്രഹ്മൈക മഹാബുദ്ധി അഥവാ ബോധൈക മഹാബുദ്ധിയായി ഭവിക്കുന്നു. അതുതന്നെയാണ് സർവത്ര സമദർശനമെന്ന നിർവികൽപ്പ അനുഭവം. രാമ, നാനാത്വബുദ്ധി പൂർണ്ണമായും കൈവെടിയൂ. ശുദ്ധബോധ സ്വരൂപത്തിൽ സ്വയം അതായി ഭവിച്ച് ദൃശ്യസങ്കല്പം മുഴുവൻ വെടിഞ്ഞ് ഉറച്ചു നിൽക്കൂ. ആത്മാവ് തന്നെ സ്വയം വായുവിനെപ്പോലെ സ്പന്ദനശക്തിയെ സങ്കല്പിച്ചുണ്ടാക്കുമ്പോഴാണ് ശക്തി പ്രകടമാകുന്നത്. തുടർന്ന് ഭിന്നമെന്ന് തോന്നുന്ന പോലെ സൃഷ്ടി ദൃശ്യങ്ങൾ ആവിർഭവിക്കുന്നു. സ്വയം ഭാവന ചെയ്ത് ബോധസത്യം മനസ്സിൻ്റെ ആകൃതി കൈക്കൊള്ളുന്നു. ഇങ്ങനെ നിറഞ്ഞു കാണുന്ന പ്രപഞ്ചം ബോധത്തിൽ സങ്കല്പമാത്രമാണെന്നറിയൂ. സ്വപ്നം പോലെ പൊന്തിക്കാണപ്പെടുന്ന ഇതിനെ ഉള്ളതെന്നോ ഇല്ലാത്തതെന്നോ കരുതിയിട്ട് കാര്യമില്ല. കണ്ടും കേട്ടും തൊട്ടും മണത്തും പറഞ്ഞും ഇവിടെ വ്യവഹരിക്കുമ്പോൾ ഒന്നും അപൂർവമായില്ല. എല്ലാം ബോധം തന്നെയാണെന്ന് ഭാവന ചെയ്യണം. എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ശുദ്ധമായ ബോധം. ഒരേ ബ്രഹ്മം ഇങ്ങനെ പെരുകി കാണപ്പെടുന്നു. ഭിന്നമായി മറ്റൊന്നുമില്ല. ബോധത്തോട് ചേർന്നല്ലാതെ കണ്ടും കേട്ടും തൊട്ടും മണത്തും പറഞ്ഞും ഇവിടെ വ്യവഹരിക്കുമ്പോൾ ഒന്നും അപൂർവമായില്ല. സ്വപ്നം പോലെ പൊന്തിക്കാണപ്പെടുന്ന ഇതിനെ ഉള്ളതെന്നോ ഇല്ലാത്തതെന്നോ കരുതിയിട്ട് കാര്യമില്ല. കണ്ടും കേട്ടും തൊട്ടും മണത്തും പറഞ്ഞും ഇവിടെ വ്യവഹരിക്കുമ്പോൾ ഒന്നും അപൂർവമായില്ല. എല്ലാം ബോധം തന്നെയാണെന്ന് ഭാവന ചെയ്യണം. ഇതൊക്കെ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ശുദ്ധമായ ബോധം. ഒരേ ബ്രഹ്മം ഇങ്ങനെ പെരുകി കാണപ്പെടുന്നു. ഭിന്നമായി മറ്റൊന്നുമില്ല. ബോധത്തോട് ചേർന്നല്ലാതെ ഒരു പ്രപഞ്ച പദാർത്ഥത്തിനും നിലനിൽപ്പില്ല. അതുകൊണ്ട് എല്ലാം ബോധം തന്നെ. ഒരു പുതിയ കൽപ്പനയും അന്യമായില്ല. ഒരേ ഒരു ബോധം പല രൂപം കൈക്കൊണ്ട് കാണപ്പെടുന്നതിൽ അറിയപ്പെടുന്നതായി ഒന്നും അതിൽ നിന്നും വേറിട്ടില്ല. സ്ഥിതി ഇതാണെങ്കിൽ ബന്ധമോക്ഷങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. ഇത് മോക്ഷം, ഇത് ബന്ധം എന്നിങ്ങനെ നിർബന്ധപൂർവമുള്ള ചിന്ത ഉപേക്ഷിച്ച് അഭിമാന കളങ്കം ദൂരെ മാറ്റൂ. മാനദണ്ഡങ്ങൾ വെടിഞ്ഞ് മൗനിയായും സ്വതന്ത്രനായും മഹാത്മാവായും കഴിയൂ. അഹങ്കാരമില്ലാതെ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിയൂ.
മഹാകർത്താവും മഹാഭോക്താവും മഹാത്യാഗിയുമായി ഭവിക്കൂ. സംശയമെല്ലാം അകറ്റി ധൈര്യം അവലംബിച്ച് നിലകൊള്ളൂ. രാമൻ ചോദിച്ചു, ഭഗവൻ, ആരാണ് മഹാകർത്ത, ആരാണ് മഹാത്യാഗി, ആരാണ് മഹാഭോക്ത? വിശദമായി അരുളി ചെയ്താലും. വസിഷ്ഠൻ പറഞ്ഞു, രാമ, ഈ 3 വ്രതങ്ങളും പണ്ട് പരമശിവൻ ഭൃംഗീശന് വിവരിച്ചു കൊടുത്തവയാണ്. അവയെക്കുറിച്ച് കേട്ടതോടെ ഭൃംഗീശന് പരിഭ്രമമെല്ലാം അകന്നു. മുൻപൊരിക്കൽ മേരുപർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ പരമശിവൻ പരിവാര സമേതനായി അഗ്നിതുല്യ തേജസ്സോടെ വസിക്കുകയായിരുന്നു. ദേവഭൃത്യനും മഹാതേജസ്വിയും ജിജ്ഞാസുവുമായ ഭൃംഗീശൻ ഭഗവാനെ വണങ്ങി കൈകൂപ്പി ഇങ്ങനെ ചോദിച്ചു, ഭഗവൻ, സമുദ്രത്തിൻ്റെ തിരകൾ പോലെ ഇളകി മറിയുന്ന ഈ സംസാരഗതി കണ്ട് എൻ്റെ മനസ്സ് വല്ലാതെ മോഹിക്കുന്നു. തത്വം പിടികിട്ടാത്തതുകൊണ്ട് ഒരു ശാന്തിയും ലഭിക്കുന്നില്ല. ഉള്ളിൽ സുസ്ഥിരമായി എങ്ങനെ നിശ്ചയിച്ചുറപ്പിച്ചാൽ ഈ ജഗത്തെന്ന ജീർണഗൃഹത്തിൽ പരിഭ്രമമില്ലാതെ കഴിയാൻ പറ്റും? ഈശ്വരൻ അരുൾ ചെയ്തു, ഹേ ശുദ്ധബുദ്ധേ, സകല സംശയങ്ങളും വെടിഞ്ഞ് ഉറപ്പുറ്റ ധൈര്യം അവലംബിച്ച് മഹാകർത്താവും മഹാഭോക്താവും മഹാത്യാഗിയുമായി നിലകൊള്ളൂ. ഭൃംഗീശൻ ചോദിച്ചു, മഹാകർത്താവെന്നാൽ എന്താണ്? മഹാഭോക്താവെന്നാൽ എന്താണ്? മഹാത്യാഗി എന്നാൽ എന്താണ്? ഭഗവൻ വ്യക്തമായി അരുളി ചെയ്താലും. ഈശ്വരൻ അരുളി, രാഗദ്വേഷൗ സുഖം ദുഃഖം ധർമാധർമ്മൗ ഫലാഫലേ യഃ കരോത്യനപേക്ഷൈവ യഃ കരോത്യനപേക്ഷൈവ മഹാകർത്താ സ ഉച്യതേ. ആരാണോ രാഗദ്വേഷങ്ങൾ, സുഖദുഃഖങ്ങൾ, ധർമാധർമ്മങ്ങൾ, ലാഭനഷ്ടങ്ങൾ എന്നീ ദ്വന്ദ്വസങ്കല്പങ്ങൾ വെടിഞ്ഞ് കർമ്മം ചെയ്യുന്നത്, അയാളാണ് മഹാകർത്താവ്. അധികം സംഭാഷണമില്ല, അഹംഭാവമില്ല, അഭിമാനമില്ല, മത്സരമില്ല. ഈ നിലയിൽ വ്യാകുലതയുമില്ലാതെ ആരാണോ കർമ്മരംഗത്ത് വർത്തിക്കുന്നത്, അയാളാണ് മഹാകർത്താവ്. ഒന്നിനോടും പ്രത്യേകിച്ച് മമതയില്ല, സദാ സാക്ഷിഭാവത്തിൽ നിലകൊള്ളുന്നു, ഫലേച്ഛയില്ലാതെ കർമ്മരംഗത്ത് വർത്തിക്കുന്നു. അങ്ങനെയുള്ളയാളാണ് മഹാകർത്താവ്. വ്യാകുലതയോ വിശേഷിച്ച് സന്തോഷമോ ഇല്ല, സദാ നിർമ്മലമായ സമബുദ്ധി, ദുഃഖിക്കുന്നില്ല, സുഖിക്കുന്നുമില്ല. അങ്ങനെയുള്ളയാളാണ് മഹാകർത്താവ്. ന കിഞ്ചന ദ്വേഷ്ടി തഥാ ന കിഞ്ചിദഭികാംക്ഷതി ഭുങ്ക്തേ ച പ്രകൃതം സർവം മഹാഭോക്താ സ ഉച്യത്തെ. ഒന്നിനോടും വെറുപ്പില്ല, ഒന്നും ഒരിടത്തു നിന്നും ആഗ്രഹിക്കുന്നുമില്ല. കർമ്മഗതി അനുസരിച്ച് എന്തു തന്നെ വന്നാലും സന്തോഷത്തോടെ അനുഭവിക്കുന്നു. ഇപ്രകാരമുള്ളയാളാണ് മഹാഭോക്താവ്. ഭ്രമകാര്യങ്ങളായ സുഖദുഃഖങ്ങളും കർമ്മകാര്യങ്ങളും ഭാവാഭാവങ്ങളും അനുഭവിക്കുമ്പോൾ ആർക്കാണോ ഒരു ക്ഷോഭവുമില്ലാത്തത്, അയാളാണ് മഹാഭോക്താവ്. ജരാമരണങ്ങളോ ആപത്തോ രാജ്യമോ ദാരിദ്ര്യമോ എന്തായാലും നല്ലത് തന്നെ എന്ന മനോഭാവത്തോടെ ആരനുഭവിക്കുന്നുവോ അയാളാണ് മഹാഭോക്താവ്. ജരാമരണങ്ങളോ ആപത്തോ രാജ്യമോ ദാരിദ്ര്യമോ എന്തായാലും നല്ലത് തന്നെ എന്ന മനോഭാവത്തോടെ ആരനുഭവിക്കുന്നുവോ അയാളാണ് മഹാഭോക്താവ്. ആരാണോ കടുരസം, പുളിരസം, ഉപ്പുരസം, കയ്പുരസം, പാകമായത് പാകമാകാത്തത് എന്നിങ്ങനെയുള്ള എന്തും വേണ്ടി വന്നാൽ സമബുദ്ധിയോടെ ഭക്ഷിക്കുന്നത്, അയാളാണ് മഹാഭോക്താവ്. രസമുള്ളതോ രസമില്ലാത്തതോ രമിപ്പിക്കുന്നതോ രമിപ്പിക്കാത്തതോ എന്തായാലും ആര് തികഞ്ഞ സമബുദ്ധിയോടെ നോക്കിക്കാണുമോ അയാളാണ് മഹാഭോക്താവ്. പാലിലും മദ്യത്തിലും ശുഭത്തിലും അശുഭത്തിലും ആർക്കാണോ തുല്യഭാവം നിലനിർത്താൻ കഴിയുന്നത് അയാളാണ് മഹാഭോക്താവ്. ഇതനുഭവിക്കാവുന്നതാണ്, അതനുഭവിക്കാൻ കൊള്ളാത്തതാണ് എന്ന ഭേദഭാവം വിട്ട് ആരെല്ലാം തുല്യമായി അനുഭവിക്കുന്നുവോ അയാളാണ് മഹാഭോക്താവ്. ആപത്തെന്നോ സമ്പത്തെന്നോ മോഹമെന്നോ ആനന്ദമെന്നോ എൻ്റേതെന്നോ നിൻ്റേതെന്നോ ഒരു ഭേദവുമില്ലാതെ സമബുദ്ധിയോടെ ആരനുഭവിക്കുന്നുവോ അയാളാണ് മഹാഭോക്താവ്. ധർമാധർമ്മൗ സുഖം ദുഃഖം തഥാ മരണജന്മനി ധിയായേനേതി സംത്യക്തം മഹാത്യാഗീ സ ഉച്യത്തെ. ധർമ്മമെന്നോ അധർമ്മമെന്നോ സുഖമെന്നോ ദുഃഖമെന്നോ മരണമെന്നോ ജന്മമെന്നോ ഭേദഭാവനയില്ലാതെ ബുദ്ധി കൊണ്ട് ആരെല്ലാം ത്യജിച്ചിരിക്കുന്നുവോ അയാളാണ് മഹാത്യാഗി. ആര് ധർമാധർമ്മങ്ങളും മനസ്സും മനനവും ആഗ്രഹവും ഉള്ളുകൊണ്ട് പരിത്യജിച്ചു കഴിഞ്ഞു കൂടുന്നുവോ അയാളാണ് മഹാത്യാഗി. എന്തുമാത്രം സൃഷ്ടി ദൃശ്യങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ടോ, ആരാണോ വേണ്ട പോലെ അവയൊക്കെ ഉപേക്ഷിച്ചത് അയാളാണ് മഹാത്യാഗി. എന്തുമാത്രം സൃഷ്ടി ദൃശ്യങ്ങൾ ഇവിടെ കാണപ്പെടുന്നുവോ
ആരാണോ വേണ്ട പോലെ അവയൊക്കെ ഉപേക്ഷിച്ചത് അയാളാണ് മഹാത്യാഗി. സർവം ബ്രഹ്മമയം എന്നുറപ്പു വന്നയാൾക്ക് മാത്രമേ ഈ 3 വ്രതങ്ങളും സുസാധ്യങ്ങളാവൂ. വസിഷ്ഠൻ പറഞ്ഞു. ഇങ്ങനെ ദേവദേവനായ ശിവൻ ഭൃംഗീശനെ ഉപദേശിച്ചു. രാമ, ഈ കാഴ്ചപ്പാട് അംഗീകരിച്ച് സുഖമായി കഴിയൂ. സദാ ഉണ്മ അനുഭവിച്ചു കഴിയുന്ന ആദ്യന്തരഹിതമായ ശുദ്ധബ്രഹ്മം മാത്രമേ ഇവിടെ നിലവിലുള്ളൂ. വേറെ ഒരു സൃഷ്ടിയും അല്പം പോലും ഇവിടെയില്ല. ഉള്ളിലെ രാഗദ്വേഷ കളങ്കമെല്ലാം വിട്ട് ഇങ്ങനെ തന്നെ ഭാവന ചെയ്യൂ. ശാന്തചിത്തനായി നിർവ്വാണം അനുഭവിക്കൂ. ദുഃഖസ്പർശമില്ലാത്തതാണ് ബ്രഹ്മം. ഇക്കാണപ്പെടുന്ന കാര്യരൂപങ്ങൾക്കെല്ലാം വിത്താണ് പരമാത്മാവ്. ഈ പെരുകി കാണുന്നതെല്ലാം അതായതുകൊണ്ട് ബ്രഹ്മം ബൃഹത്താണ്. കുഞ്ഞെ, സുഖിക്കുന്നു, ഉണ്ട്, പ്രകാശിക്കുന്നു എന്ന് തോന്നുന്നതൊക്കെ ആ ബ്രഹ്മം തന്നെ. കുഞ്ഞെ, സുഖിക്കുന്നു, ഉണ്ട്, പ്രകാശിക്കുന്നു എന്ന് തോന്നുന്നതൊക്കെ ആ ബ്രഹ്മം തന്നെ. അതിന് വേറായി ഒരിടത്തുമൊന്നും ഒരിക്കലുമില്ല. സത്തോ അസത്തോ ആയി മറ്റൊന്നും സംഭവിക്കാനേ സാധ്യമല്ല. ഉള്ളിലിത് പൂർണ്ണമായും നിശ്ചയിച്ചുറപ്പിക്കൂ. സകല ശങ്കയും വെടിഞ്ഞ് സുഖമായി ആസ്വദിക്കൂ. സദാ അന്തർമുഖനായിത്തീരൂ. സകല ശങ്കയും വെടിഞ്ഞ് സുഖമാസ്വദിക്കൂ. സദാ അന്തർമുഖനായിത്തീരൂ. വന്നു ചേരുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യൂ. ഒരിക്കലും ദുഃഖം സമീപിക്കുകയേയില്ല. അഹങ്കാര സ്പർശമില്ലാത്ത സത്യത്തിൽ സദാ എത്തി നിൽക്കൂ. ഇത് ശ്രീ വാൽമീകിയെ മോക്ഷോപായേ നിർവാണപ്രകരണേ ഭൃംഗീശോപാഖ്യാനം നാമ 12 സർഗഃ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.